ഹലോ ഓൾ ഈറ്റ് ആൻഡ് ഇറ്റിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന മസ്ക ബണ്ണിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇപ്പോൾ കുറേ ആയിട്ട് ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മസ്ക ബൺ. അതിനായിട്ട് ആവശ്യമായത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സ്വീറ്റ് ബണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അൺസാൾട്ടഡ് ആയിരിക്കണം, ഉപ്പുണ്ടാവാൻ പാടില്ല. അതും കൂടിയാണ് വേണ്ടത്. അതിലേക്ക് വാനില എസൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബണ്ണിനെ ബട്ടർ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുകയാണെന്ന് കണ്ടല്ലോ. ചെറിയൊരു രീതിയിൽ അതിനെ ഒന്ന് ബട്ടറിനകത്ത് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് മാത്രമേ ചൂടാക്കാവൂ. അങ്ങനെ നമ്മൾ ബണ്ണെല്ലാം ചൂടാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാൻ ഇടയാവല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് അൺസാൾട്ടഡ് ആണ് കേട്ടോ. അതിലേക്ക് മിൽക്ക് മെയ്ഡാണ്. ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമുക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്താൽ മതി. പിന്നീട് അതിനകത്തേക്ക് വാനില എസൻസ് ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കണം. ഇവിടെ അതെൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. വാനില എസൻസ് ഇല്ല, ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ട. നോർമലി നമുക്ക് ഈ 2 ഐറ്റം വെച്ചിട്ട് തന്നെ ആ ക്രീമിനെ ഫില്ലിങ്ങിന് റെഡിയാക്കി എടുക്കാം. അതിനെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതായത് ബട്ടറും മിൽക്ക് മെയ്ഡും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. ആവശ്യത്തിന് മധുരം എടുത്താൽ മതി കേട്ടോ. മധുരം ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുത്താലും മതി. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിനെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മധുരം ഇത്തിരി പോരാതെ വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും മിൽക്ക് മെയ്ഡ് ഇത്തിരി ഒഴിക്കാമെന്ന് കണ്ടത്. അപ്പോൾ അങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വീണ്ടും നമ്മൾ ആ ഫില്ലിങ്സിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ആ ബണ്ണിനുള്ളിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഇത് യോജിക്കണം കേട്ടോ. ഈ മിൽക്ക് മെയ്ഡും അതായത് നമ്മുടെ ബട്ടറും തമ്മിൽ നന്നായിട്ട് യോജിച്ചെങ്കിൽ മാത്രമേ ആ ക്രീം അതിനകത്തിലേക്ക് വെക്കുമ്പോൾ ഒഴുകി താഴോട്ട് പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. എന്തായാലും ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. അതല്ല നിങ്ങൾക്ക് ഒഴുകി പോകുന്നു എന്ന് തോന്നുവാണെങ്കിൽ അത് 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം ഈ ബണ്ണിനുള്ളിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനിവിടെ ബണ്ണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ബണ്ണിനെ 2ആയിട്ട് മുറിച്ചിട്ട് അതിനുള്ളിലേക്ക് ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഫില്ലിങ്സിനെ തടവി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ആവശ്യത്തിന് മാത്രം, മധുരം കുറച്ച് മതിയെങ്കിൽ വളരെ കുറച്ച് മാത്രം ചെയ്യുക. അതാ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഫില്ലിങ്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 ബണ്ണും നിറച്ചെടുത്തിട്ടുണ്ട് ഫില്ലിങ്സ്. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇത് ഇത്ര ടേസ്റ്റിയാണെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. പിന്നെ ഇറാനി ടീ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കതിനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ മസ്ക ബണ്ണിലങ്ങ് ഒതുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ ചിലവ്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണിത്. ഇതിനിപ്പോൾ ഞാൻ കഴിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ബണ്ണിങ്ങനെ എടുത്തിട്ട് അതിനെ ഒന്ന് പൊളന്ന് വെച്ചപ്പോഴത്തേക്ക് കണ്ടില്ലേ, അതിനുള്ളിൽ ആ ഫില്ലിങ്സ് ഇരിക്കുന്ന കണ്ടില്ലേ, എന്നാ ടേസ്റ്റാണെന്നറിയാം. സൂപ്പറാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. എന്തായാലും ഞാൻ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക, അടിപൊളിയാണ്. ഓക്കേ.